Hello everyone, welcome to the Share Academy. അപ്പോൾ നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് റേഷ്യോ മെത്തേഡിലാണ്. അതായത് നമ്മുടെ പെർസെൻറ്റേജ് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആകുമ്പോഴത്തേക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്, ലോസ് പെർസെൻറ്റേജ് ഉണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ അറിയാമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. A man buys a cycle for 1,400 and sells it at a loss of 15%. What is the selling price of the cycle? വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഈ ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് എല്ലാം ഞാനൊന്ന് പറയാം. A man buys a cycle for 1,400 അല്ലെ, ഒരു ആള് വാങ്ങിയ വില, ഒരു സൈക്കിൾ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 1,400 ആണ് അല്ലെ. And sells it at a loss of 15%. 15% നഷ്ടത്തിനാണ് വിറ്റത് അല്ലെ. 15% നഷ്ടം. നമുക്ക് ഈ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിന്റെ പെർസെൻറ്റേജ് തന്നിരുന്ന ആ പെർസെൻറ്റേജിൽ നിന്ന് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. 15%. അവിടെ നിന്ന് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. കാരണം 15% എന്ന് പറഞ്ഞാൽ 15% എന്ന് പറഞ്ഞാൽ 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. 15% എന്ന് പറഞ്ഞാൽ 3/20 അല്ലേ. സോ 20%ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ വാല്യൂ അറിഞ്ഞിരിക്കണം. എന്നാലേ പ്രോഫിറ്റ് ലോസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റൂ. പെർസെൻറ്റേജിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ പെർസെൻറ്റേജിന്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് കാണാം. എന്നിട്ട് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് നേരെ പ്രോഫിറ്റ് ലോസ് പഠിക്കാം. അപ്പൊ 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ്. 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ്. അതായത് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. 20 രൂപയ്ക്കകത്തുനിന്ന് 3 രൂപ നഷ്ടമായി അല്ലെ. 20 രൂപയാണ് സി പി, ലോസ് ആയത് 3. 20 രൂപ വാങ്ങിയ വിലയിൽ നിന്ന് 3 രൂപ നഷ്ടത്തിലാണ് വിറ്റത്. അപ്പൊ എത്ര രൂപയ്ക്ക് വിറ്റ്? 20 - 3 അല്ലെ, 17 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ ആ സൈക്കിളിന്റെ വിറ്റ വില നമുക്കറിയാം 17 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില നമുക്കറിയാം 20 രൂപയാണ്, വിറ്റ വില നമുക്കറിയാം 17 രൂപയാണ്. സോ 20ന്റെ ഒറിജിനൽ വാങ്ങിയ ശരിക്കുള്ള വില 1400 അല്ലെ. ദാറ്റ് ഈസ് ഇൻടു 70. സോ ഇവിടെ ഇൻടു 70 ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 7 7s are 49. 9 എഴുതി, 4 റിമൈൻഡർ, 7 + 4 11. 1190. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. മനസ്സിലായോ? അപ്പൊ ഏതൊരു പ്രോഫിറ്റ് പെർസെന്റേജോ ലോസ് പെർസെന്റേജോ ഇപ്പൊ 10% പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 10ൽ 1 ലാഭം എന്നാ അല്ലെ. സി പി 10 ആണെങ്കിൽ പ്രോഫിറ്റ് 1 ആണ്, സെല്ലിംഗ് പ്രൈസ് 11 ആണ്. ഇനി അത് ലോസ് ആണെങ്കിൽ സി പി 10 ആണെങ്കിൽ ലോസ് 1 ആണ്, സോ സെല്ലിംഗ് പ്രൈസ് 9 ആണ്. അപ്പൊ അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ഗിവൺ ആയിരിക്കും അല്ലെ. അതിന്റെ ഏതെങ്കിലും ഒരു ഒറിജിനൽ കാണും. വാങ്ങിയ വില ഇത്രയാണ്, അല്ലെങ്കിൽ വിറ്റ വില ഇത്രയാണ്, അല്ലെങ്കിൽ നഷ്ടം ഇത്രയാണ്. ഇതിൽ ഏത് തന്നാലും ബാക്കി എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, നഷ്ടം 20 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1 × 20. അപ്പൊ ഇവിടെ × 20 ചെയ്താൽ മതി, ഇവിടെ × 20 ചെയ്താൽ മതി. ചെയിൻ റൂൾ മെത്തേഡ്. അപ്പൊ ഏതെങ്കിലും ഒരു ഡേറ്റ അതേപോലെ സി പി, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റയുടെ ഒറിജിനൽ നമ്മുടെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ബാക്കി എന്ത് ചോദിച്ചാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A man buys the toy for 36 and sells it at a loss of 16.66%. What is the selling price of the toy? പെർസെൻറ്റേജിന്റെ ഫ്രാക്ഷൻ അറിയാത്തവർക്ക് ഈ ഒരു പ്രോബ്ലം വളരെ ടഫ് ആയിരിക്കും. 16.66% വെച്ചൊക്കെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. എന്നാൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നത് ഈ പെർസെൻറ്റേജിനെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആക്കി സി പിയും പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് എഴുതി എസ് പി കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഏറ്റവും സിമ്പിൾ ആണ്. അതായത് ഈ പ്രോബ്ലം ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. 16.66% 1/6 എന്ന് അറിയാവുന്ന ഒരാൾക്ക് 6 1 ലോസ് ആയതുകൊണ്ട് 5. വാങ്ങിയ വില അറിയാം 36, വിറ്റ വില എത്ര? ഇത് × 6, ഇത് × 6. സോ ആൻസർ 30. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ. എങ്ങനെയാ ചെയ്തത് നോക്കാവേ. അതിന് നമുക്ക് എന്തറിയണം? 16.66% എന്ന് പറഞ്ഞാൽ 1/6 ആണെന്ന് അറിയണം. 1/6 ആണെന്ന് അറിയണം. അതായത് 6 രൂപയ്ക്കകത്തുനിന്ന് ലോസ് ആണ് 16.66% അല്ലെ. 1 രൂപ നഷ്ടമായി. 6ൽ 1 ലോസ് എന്നാണ് അർത്ഥം. 16.66% ലോസ് മീൻസ് 6ൽ 1 ലോസ് എന്ന. അതായത് 6 രൂപയ്ക്കാണ് വാങ്ങിയെങ്കിൽ ലോസ് ആയത് 1 ആണ്. അപ്പൊ വിറ്റ വില എത്രയാണ്? 5 രൂപയ്ക്കാണ് വിറ്റത്. 1 രൂപ നഷ്ടമാണ് അല്ലെ. 6 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 5 രൂപയ്ക്കാണ് വിറ്റത്.
പക്ഷെ വാങ്ങിയ വില നമുക്കറിയാം 36 രൂപയ്ക്കാണ് വാങ്ങിയത്. ദാറ്റ് ഈസ് 6 into 6. അങ്ങനെയാണ് ഇവിടെ into 6 ചെയ്താൽ മതി 30. സോ ആൻസർ ഓപ്ഷൻ 4 30 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കാനും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനും നമുക്ക് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. സെപ്റ്റംബർ 2 മുതൽ എല്ലാ ബ്രാഞ്ചിലും നമ്മൾ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്തെ ബ്രാഞ്ചുണ്ട്, നമുക്ക് കൊട്ടാരക്കരയുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, കൊല്ലം ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ SSC ആണെങ്കിലും RRB ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും എന്തിനും നമുക്ക് ഇവിടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. റെയിൽവേയുടെ NTPC എക്സാമും SSCയുടെ CGL എക്സാമും ഒക്കെ നെക്സ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി ഓഫ്ലൈൻ ക്ലാസ്സസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ഒക്കെയാണ് വേണ്ടത്. ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും തന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. What is the profit percentage if you buy rupees 400 and sell for rupees 560? ഒരു സാധനം 400 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 560 രൂപയ്ക്ക് വിൽക്കുന്നു അല്ലെ? 400 രൂപയ്ക്ക് വാങ്ങിയിട്ട് 560 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര രൂപ ലാഭം? 160 രൂപ ലാഭം അല്ലെ? എത്ര ലാഭം? 400. 400 160 പ്രോഫിറ്റ് into 100. No battery. So 160 by 400 into 100. Okay. 160 by 400 into 100. So 2 ഇവിടെ cut out. 4 into 4 60. So answer 40%. Profit percentage ആണെങ്കിലും ലോസ് പെർസെൻറ്റേജ് ആണെങ്കിലും എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് CP യിലാണ്. ഡിനോമിനേറ്റർ എപ്പോഴും CP ആയിരിക്കണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ CP എത്ര പ്രോഫിറ്റ് കിട്ടി into 100. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ CP എത്ര ലോസ് ആയി into 100. സോ ഡിനോമിനേറ്റർ എപ്പോഴും കോസ്റ്റ് പ്രൈസ് തന്നെ ആയിരിക്കണം കേട്ടോ. അതിനൊരു മാറ്റമില്ലേ. കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടി into 100, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്ര ലോസ് ആയി into 100. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On selling an article for rupees 651, there is a loss of 7%. The cost price of the article. നേരത്തെ പോലെ തന്നെയാണ്. 7% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപയ്ക്ക് 7 രൂപയാണ് നഷ്ടമായത് അല്ലേ? അപ്പൊ അതിന്റെ സെല്ലിംഗ് പ്രൈസ് 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 7 രൂപ നഷ്ടത്തിന് വിറ്റെന്ന് വെച്ചാൽ 93 രൂപയ്ക്കാണ് വിറ്റത്. ആ 93ന്റെ ഒറിജിനൽ ആണ് 651. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താ? 100-ലല്ലേ തുടങ്ങിയത്? 100 രൂപയുടെ സാധനം 7 രൂപ നഷ്ടത്തിന് വിറ്റു. അപ്പൊ 100 രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ എന്ത് വരും ആൻസർ? 93 into 7 അല്ലേ 651 വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പുറത്തും നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആൻസർ 7. നമ്പേഴ്സുമായിട്ട് നല്ല ഫെമിലിയർ ആയിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്ന പറഞ്ഞാൽ 93യുടെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 7? യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ വെച്ചിട്ടാണ് 7-ലോട്ട് നമുക്ക് നോക്കുന്നത്. 3ഉം 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് 1 കിട്ടും. സോ അതുകൊണ്ടാണ് 7 ചെക്ക് ചെയ്തത്. അപ്പൊ നമ്പറുമായിട്ട് അത്ര ഫെമിലിയർ ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ കുറേ പഠിച്ചു വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേഷനും സിംപ്ലിഫിക്കേഷൻ പാർട്ടും ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. അടുത്ത ചോദ്യം. A shopkeeper calculated his profit on SP as 20%. What is the real profit percentage? അതായത് ഒരു ആള് പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഓൺ SP ആണ്. ശരിക്കും പറഞ്ഞാൽ ഓൺ CPയിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിയൽ പ്രോഫിറ്റ് പെർസെന്റേജ് എപ്പോഴും CPയിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് പെർസെന്റേജ് ആണെങ്കിൽ ലോസ് പെർസെന്റേജ് ആയാലും ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് CPയിലാണ്. അപ്പൊ ആരെങ്കിലും തെറ്റിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിയൽ പെർസെന്റേജ് എന്താണ്, റിയൽ പ്രോഫിറ്റ് പെർസെന്റേജ് എന്താണ്, റിയൽ ലോസ് പെർസെന്റേജ് എന്താണെന്ന് ചോദിക്കാം അല്ലെ. അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ചെയ്യുന്നത്? അപ്പം SP-യിലാണ് 20% പ്രോഫിറ്റ്. 20% എന്ന് മീൻ 1/5 അല്ലെ, 5-1 പ്രോഫിറ്റ് കിട്ടി. ഇവിടെ 5 CP അല്ല, കാരണം അയാൾ കാൽക്കുലേറ്റ് ചെയ്തത് SP-യിലാണ്. സോ അതുകൊണ്ട് മാത്രം അയാൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് SP-യിലായതുകൊണ്ട് മാത്രം 5 SP ആണ്, 1 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ CP എന്തായിരിക്കും? 4 ആയിരിക്കത്തില്ലേ? അതായത് 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് 1 രൂപ പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് അല്ലെ. അയാൾ 5-1 കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് 20% കിട്ടി. ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 4-1 എന്നല്ലേ, കാരണം കോസ്റ്റ് പ്രൈസ് അല്ലേ ഡിനോമിനേറ്ററിൽ വരണ്ടേ.
അപ്പൊ 4 രൂപയ്ക്കകത്തുനിന്നാണ് ശരിക്കും 1 രൂപ ലാഭം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഇക്വലന്റ് പെർസെന്റേജ് ആയ 25% ആണ് റിയൽ പ്രോഫിറ്റ് പെർസെന്റേജ്. ശരിക്കുള്ള പ്രോഫിറ്റ് പെർസെന്റേജ് 25% ആണ്. ക്ലിയർ ആണോ? ശരിക്കുള്ള പ്രോഫിറ്റ് പെർസെന്റേജ് അപ്പൊ എന്ത് വരും? 25%. 5-1 നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് 5 രൂപയ്ക്ക് വിറ്റു 1 രൂപ ലാഭം. അപ്പൊ 4 രൂപയുടെ സാധനം ആയിരുന്നു അല്ലെ? അപ്പൊ 4 രൂപയ്ക്കകത്ത് നിന്നാണ് ശരിക്കും 1 രൂപ ലാഭം ഉണ്ടാക്കിയത്. സോ CP-യിലാണ് എപ്പോഴും ശരിക്കുള്ള പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്. സോ 4-1 എന്ന് പറയുമ്പോൾ 25%. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Cost price of an article is 90% of its selling price. Find the profit percentage. അടുത്ത ക്വസ്റ്റ്യൻ. Cost price of an article is 90%. 90% of its selling price എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ വേർഡ്സിന് നമുക്ക് ഇക്വേഷൻ ആക്കാൻ പറ്റും. എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 90% ഓഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇതിനെങ്ങനെ സെന്റൻസിനെ എങ്ങനെ നമുക്ക് മാക്സ് ആക്കാം? കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 90%, 19 അല്ല 90 ആണ്, 90% ഓഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ? സോ CP/SP is equal to എന്തെന്ന് എഴുതാം? 90/100. അതായത് കോസ്റ്റ് പ്രൈസ് 90 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 100 ആണെന്നല്ലേ അർത്ഥം. കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 90% ഓഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? CP/SP is equal to എങ്ങനെ എഴുതാം? 90/100 എന്ന് എഴുതാം. അതായത് CP 90 ആണെങ്കിൽ SP 100. അങ്ങനെ തന്നെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്താ? 90 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 100 രൂപയ്ക്ക് വിറ്റെന്നല്ലേ അർത്ഥം. CP 90, SP 100, 10 രൂപയല്ലേ ഇപ്പൊ ലാഭം. അപ്പൊ 90-ൽ 10, അതായത് 1/9. 1/9 ഇക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ് എന്താ? 1/9 ഇക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ് എന്താ? 11 1/9%. 11 1/9%. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man buys 50 pencils for ₹100 and sells 45 pencils for ₹90. Find his gain or loss percentage. എന്താ ചോദ്യം? ഒരാള് 50 പെൻസില് 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 45 പെൻസില് 90 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണ് ഗെയിനും ലോസും ഒക്കെ എന്താണ്? ഗെയിൻ ആണെങ്കിൽ ഗെയിൻ പെർസെന്റേജ് എന്താണ്? ലോസ് ആണെങ്കിൽ ലോസ് പെർസെന്റേജ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും? ചില ക്വസ്റ്റ്യൻസ് ഇതുപോലെ 50 പെൻസില് 100 രൂപയ്ക്ക് വാങ്ങി, 45 പെൻസില് 90 രൂപയ്ക്ക് വിറ്റു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസില് നോക്കേ, 50 പെൻസില് 100 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ ഒരു പെൻസിലിന് എത്ര രൂപയാണ്? 50 പെൻസില് 100 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ ഒരു പെൻസില് 2 രൂപ വെച്ചായി അല്ലെ? ഒരു പെൻസിലിന് 2 രൂപ വെച്ച് 50 പെൻസിലിന് 100 രൂപ. അപ്പൊ CP 2 ആണ്. വിറ്റ് എങ്ങനാ? 45 പെൻസിൽ 90 രൂപയ്ക്ക് വിറ്റ്. അപ്പൊ ഒരു പെൻസിലിന് 2 രൂപ വെച്ച് അവിടെയായി. ഒരു പെൻസിലിന് 2 രൂപ വെച്ച് 45 പെൻസിൽ 90 രൂപയ്ക്ക് വിറ്റ്. അപ്പൊ CPയും SPയും ഈക്വൽ ആണ്. അപ്പൊ ലോസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടോ? സോ ആൻസർ നോ ഗെയിൻ നോ ലോസ്. നോ ഗെയിൻ നോ ലോസ്. ക്ലിയർ ആണോ? അപ്പൊ ചില പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിരിക്കും. എന്നാൽ 8 പെൻസിൽ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 10 പെൻസിൽ 8 രൂപയ്ക്ക് വിറ്റു. ആ ടൈപ്പ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നെ ഒരു പെൻസിലിന്റെ വിലയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ കുഴപ്പമില്ല, ഒരു പെൻസിലിന്റെ വില ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 50 100 ആയിരുന്നു, 45 90 ആയിരുന്നു, മൾട്ടിപ്പിൾസ് തന്നെ കിടന്നത്. അപ്പൊ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ആ 2 വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെ മോഡൽ ഉണ്ട്, നമുക്കത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ അതൊക്കെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? A sells tube to B at a profit of 20% and B sells it to C at a profit of 25%. If C pays ₹225 for it, what did A pay for it? Okay, Aയുടെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ശരിക്കും നമ്മുടെ പെർസെന്റേജിൽ ഒരു നമ്പർ ആദ്യം 20% കൂടി, പിന്നെ ആ നമ്പർ വീണ്ടും 25% കൂടി, അങ്ങനെയാണെങ്കിൽ ഇതറിയാം ഇതെത്ര, അങ്ങനത്തെ രീതി ചോദിക്കത്തില്ലേ? സെയിം ആ മോഡൽ. ഇവിടെ കോസ്റ്റ് പ്രൈസ് കൂടിയതിന് പകരം പ്രോഫിറ്റ് പെർസെന്റേജ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ CPയിൽ നിന്ന് ഇത്ര പെർസെന്റേജ് കൂടി എന്നല്ലേ എന്റെ മീനിങ്. അപ്പൊ ശരിക്കും ഈ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആ ലോസിലോട്ടൊന്നും പോയില്ലെങ്കിൽ പോലും ജസ്റ്റ് എന്താണ് നമുക്ക്
ഒരു നമ്പർ ഇത്ര പെർസെന്റേജ് ആദ്യം ഇൻക്രീസ് ചെയ്തു, പിന്നെ അത് ഇത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തു, ആ മോഡലിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾക്ക് ഈ 20% പകരം 20%ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് എഴുതാം. 20%ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 5/1 ഓക്കെ, 5/1 5/1 കൂടി എന്നല്ലേ പറയുന്നത്. ശരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനല്ല, 5 രൂപയുടെ സാധനം 1 രൂപയും കൂടി ഇട്ട് 6 രൂപയ്ക്ക് വിറ്റെന്നല്ലേ. അപ്പൊ എയുടെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരുന്നോ അത് 1 രൂപയും കൂടെ അധികമായില്ലേ, 6/5 ആയി. മനസ്സിലായോ? CP എ വാങ്ങിയതിനേക്കാൾ ഒരു 6/5 അധികം ഇട്ടിട്ടാണ് ബി അത് വാങ്ങിയത്. ബിയുടെ സി വാങ്ങിച്ചപ്പോഴത്തേക്കോ 25% ഇൻക്രീസ് ആയി. 25% എന്ന് പറഞ്ഞാൽ 4/1 ഇൻക്രീസ് ആയി, അതായത് 5/4 ആയി. ആ റിസൾട്ട് ആണ് 225. സിയുടെ പേയ്മെന്റ് ആണ് 225. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ 5ഉം 5ഉം ക്യാൻസൽ ആവും. 4 2 വെച്ച് കട്ട് ചെയ്താൽ 2, 2 വെച്ച് കട്ട് ചെയ്താൽ 3. സോ CP is equal to 225 into 2/3. 7 3s are 21, balance 115, 5 3s are 15, 75 into 2 150. 150 രൂപയ്ക്കാണ് എ അത് വാങ്ങിയത്. അല്ലെങ്കിൽ 100 ഇട്ട് ചെയ്യണം, അതായത് കോസ്റ്റ് പ്രൈസ് 120/100 ആയി ആദ്യം, പിന്നെ അത് വീണ്ടും 125/100 ആയി. ഈ 100 ഇട്ട് ചെയ്താൽ അത് കട്ട് ചെയ്യുമ്പോൾ 6/5 തന്നെയല്ലേ വരുന്നത്, ഇവിടെ 5/4 തന്നെയല്ലേ വരുന്നത്. അപ്പൊ ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് 100ഉം 110 120 ഒക്കെ ഇട്ട് ചെയ്യുന്നത് മാറ്റി 20% എന്ന് കണ്ട ഉടനെ 5/1 കൂടി, സോ 5/6 ആയി. 25% എന്ന് കണ്ട ഉടനെ 4/1 കൂടി, സോ 4/5 ആയി. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എ വാങ്ങിയ വിലയേക്കാൾ 6/5ന് ബി വാങ്ങി, അതിനേക്കാൾ 5/4ന് 225ന് സി വാങ്ങി. അങ്ങനെയാണ് എയുടെ പേയ്മെന്റ് എന്തായിരുന്നു. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫ്രാക്ഷൻസിനെ യൂസ് ചെയ്ത് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. 100ഉം 120ഉം അതൊക്കെ പഴയ മെത്തേഡാണ്, അതൊക്കെ മാറ്റണം, പതുക്കെ പതുക്കെ അത് മാറ്റണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവി സോൾഡ് എ മ്യൂസിക് സിസ്റ്റം ടു കാർത്തി at 20% gain and Karthi sold it to Anil at 40% gain. If Anil paid 10,500 for the music system, what amount did Ravi pay for the same? Same type. നേരത്തെ എയും ബിയും സിക്ക് പകരം ഇവിടെ രവിയും കാർത്തിയും അനിലും ആയിരുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. രവിയുടെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് തുടങ്ങണം. രവിയുടെ കോസ്റ്റ് പ്രൈസ് ആദ്യം 20% കൂടി, പിന്നെ അത് കാർത്തി വാങ്ങിച്ചിട്ട് വീണ്ടും 40% കൂട്ടി. അപ്പൊ ആ ഒരു പെർസെന്റേജ് ചേഞ്ച് അങ്ങ് നോക്കിയാൽ മതി. CPയുടെ 120% ആയി, ദെൻ 140% ആയി. ഞാൻ പറഞ്ഞല്ലോ 120 140 ഒന്നും യൂസ് ചെയ്യണ്ട, 20%ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ. അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ 20%ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ഒരു 4 വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ഈ ക്ലാസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ പെർസെന്റേജ് ഫ്രാക്ഷൻ പഠിക്കാൻ പറ്റും. അതുപോലെ പെർസെന്റേജിന്റെ ക്ലാസ് കണ്ടവര് ഇപ്പൊ കുറെ പെർസെന്റേജ് ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. സോ 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 40% എന്ന് പറഞ്ഞാൽ 2/5 ആണ് അല്ലെ. 20ന്റെ ഡബിൾ അല്ലേ 40. സോ 1/5ന്റെ ഡബിൾ 2/5. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്തായിരുന്നോ, രവി വാങ്ങിയ വില എന്താണോ അതിനേക്കാൾ 5/1 കൂടി എന്നാ പറയുന്നത്. ഗെയിൻ ആണ്. 5/1 കൂടി എന്ന് വെച്ചാൽ 6 ആയി അല്ലെ. ഔട്ട് ഓഫ് 5 5ൽ നിന്ന് 6ലോട്ട് മാറി. പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ ഒരു 40% ഗെയിൻ എടുത്തിട്ടാണ് വിറ്റേക്കുന്നത് അല്ലെ. 5ൽ നിന്ന് 7ലോട്ട് അല്ലെ. 5 + 2 7. 5ൽ 2 കൂടിയ, അങ്ങനെ കൂടിയ റിസൾട്ട് ആണ് 10,500. സോ കട്ട് ചെയ്യാം. 7ഉം 105 കൂടെ കട്ട് ചെയ്ത 15 ആണ്. ബാക്കി ഒരു 2 0 ഞാൻ 100 എന്ന് എഴുതുവാണേ. അതുപോലെ 6ന്ന് 3 കട്ട് ചെയ്ത 2 ആണ്. ഇവിടെ 3 കട്ട് ചെയ്ത 5 ആണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. 5 into 5 into 5, ഈ 2 5ഉം റൈറ്റ് സൈഡിൽ പോവും. ഇൻറ്റു ഈ 2ഉം 100 കൂടെ തന്നെ കട്ട് ചെയ്യാം, 50 അല്ലേ. സോ 5 5s are 25, 5 5s are 25. 25 into 25, 625. 6250. സോ 6250 ആണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും സെയിം ടൈപ്പ് ആണ്. A sells an article which cost him ₹400 to B at a profit of 20%. B then, അപ്പൊ A ഒരു എന്ത് ചെയ്യാം, 400 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ബിക്ക് കൊടുക്കുവാണ്.
എത്ര ശതമാനം കൂട്ടിയിട്ടാ കൊടുക്കുന്നത്? 20% കൂട്ടിയിട്ട്. ബി അതെന്ത് ചെയ്യുന്നു? സിക്ക് കൊടുക്കുന്നു. അപ്പോഴും ഒരു 10% കൂടുന്നുണ്ട്. ടോട്ടൽ എത്ര ശതമാനം കൂടി എന്നാ ചോദിക്കുക. നമ്മുടെ ചോദ്യം ഞാൻ ഒന്ന് മാറ്റുവാണേ. ടോട്ടൽ എത്ര പെർസെന്റേജ് കൂടി? 20% കൂടി ആദ്യം, പിന്നെ 10% കൂടി, അപ്പൊ 30% ആണോ കൂടുന്നത്? സക്സസീവ് ആയിട്ടാ അല്ലെ? ആദ്യം ഒരു 20% കൂടി, പിന്നെ ഒരു 10% കൂടി. അതിനെയാണ് സക്സസീവ് ആയിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് എപ്പോഴും എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആയിരിക്കും. ദാറ്റ് ഈസ് 20 പ്ലസ് 10 പ്ലസ് 20 ഇൻറ്റു 10 ബൈ 100. 2 0 ഇവിടെയും കട്ട് ചെയ്തു, 2 0 ഇവിടെയും കട്ട് ചെയ്തു. 30 പ്ലസ് 2, 32% കൂടി അല്ലെ? ആദ്യം 20% കൂടി, പിന്നെ 10% കൂടി എന്ന് വെച്ചാൽ മൊത്തം 32% കൂടി എന്നർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ശതമാനം കൂടി എന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതാ, ഒരു മോഡൽ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാ. ഇത് സക്സസീവും അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് 400 രൂപ ആദ്യം 20% കൂടി. 20 എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കുറെ ആയി, എല്ലാവർക്കും അറിയാലോ. 5 1, 5 1 കൂടി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? 6/5 എഴുതണം. എന്നിട്ട് സി അത് വാങ്ങിയിട്ട് വീണ്ടും ഒരു 10% പ്രോഫിറ്റ് ഒപ്പിച്ച് അല്ലെ? 10ൽ 1, 10% എന്ന് പറഞ്ഞാൽ 1/10. 10ൽ 1 കൂടി എന്ന് വെച്ചാൽ 11/10. സോ ഈ സീറോയും ക്യാൻസൽ ആയി. 5ഉം 40 കൂടെ കട്ട് ചെയ്യുമ്പോൾ 8. സോ 6 into 8 48. 48 into 11 എന്ന് പറയുമ്പോഴത്തേക്കും 8. 8 plus 4 12. 4 plus 1 5. 528. Option C. Okay. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ നിങ്ങൾ ഇനി 8 to 11 കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ 88. 88 into 6 ആ ചെയ്യണ്ടെങ്കിൽ 8 into 6 എത്ര? 48. 4 എഴുതുക, 8 എഴുതുക, 4 8 ആഡ് ചെയ്താൽ 8 4 12. ആ ഒന്നും കൂടി ഇവിടെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ 528. ഇനി നിങ്ങൾ 8 ഉം 6 11 കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തെന്ന് വെച്ചോ. 6 11 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 66. into 8 ആണെങ്കിലും 6 into 8 48 അല്ലേ? 48 എഴുതുക, 8 4 കൂടെ ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. അപ്പോൾ 528. എങ്ങനെയാണെങ്കിലും 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ 11ന്റെ കോമ്പിനേഷന്റെ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്. ഇപ്പൊ 88 into 3 എന്നാണെങ്കിൽ 8 into 3 24 അല്ലേ? 24 എഴുതുക, 4 plus 2 6 എഴുതുക. 22 into 8 ആണെങ്കിൽ 8 into 2 16 ആണ്. 16 എഴുതുക, ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Nigel buys a radio 3/4 of its value and sells it for 20% more than its value. What will be his profit percentage? എന്നാ ചോദ്യം. അവരുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. Nigel buys a radio 3/4 of its value. അതിന്റെ വാല്യൂ എന്താണോ അതിന് 3/4 വാല്യൂവിന് കിട്ടി. അതായത് 100 രൂപയായിരുന്നു അതിന്റെ വാല്യൂ എങ്കിൽ അതിന്റെ 3/4 വാല്യൂവിന് കിട്ടി. 3/4 എന്ന് വെച്ചാൽ എന്താ? 100ന്റെ 3/4 എത്ര? 75 അല്ലേ? അപ്പൊ 75 രൂപയ്ക്ക് അത് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ വാല്യൂ എന്തായിരുന്നു? ആ വാല്യൂവിനേക്കാളും 20% കൂടുതൽ ഇട്ടാ വിറ്റ്. വാല്യൂ 100 അല്ലേ? അപ്പൊ 120-നാണ് വിറ്റത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? വാങ്ങിയ വില എന്താണ്, വിറ്റ വില എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതൊരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. നിങ്ങൾ ചെയ്തിട്ട് കമന്റ്, നിങ്ങളൊന്ന് ചെയ്ത് ആലോചിച്ച് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. 60% ആണോ, 70% ആണോ, 40% ആണോ, 50% ആണോ, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. എന്താണോ അതിന്റെ വാല്യൂ, ആ വാല്യൂവിൽ നിന്നാണ് എല്ലാം പറഞ്ഞേക്കുന്നത്. സോ വാല്യൂ 100 ആണ് വാങ്ങിയത്, അതിന്റെ 3/4 വിറ്റത് അതിനേക്കാൾ 20% കൂടിയിട്ടാണ്. അപ്പൊ വാങ്ങിയ വിലയും കിട്ടും, വിറ്റ വിലയും കിട്ടും. വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കണം എപ്പോഴും പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. താങ്ക് യു ഓൾ, ബൈ.